നമസ്തേ, പ്രീതാസ് കിലറിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണ്. ഏകദേശം ഒരു മീൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ ഈ തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. തക്കാളിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 3 നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. എത്രമാത്രം നിങ്ങൾക്ക് കറി ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് തക്കാളി എടുത്തോളൂ. ഒരു സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ വൈറ്റ് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒരു 5-8 ചെറിയ ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. നല്ല ചെറുതാവുകൊണ്ടാണ് ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ മതി. ചെറിയ 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നല്ല നാടൻ ഇഞ്ചിയാണ്. ഇഞ്ചിക്ക് നല്ല സ്മെല്ലാവും. അല്ലെങ്കിൽ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തോളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അല്ലി എടുക്കാം. ഒരു 2-3 വെളുത്തുള്ളി അല്ലി ഇടാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നില്ല. നമ്മൾ എടുത്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഞാനൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നേരത്തെ അവിടെ എടുത്ത് വെച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആ സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കേണ്ടത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ 1 ടീസ്പൂണോളം പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു പുളി, അധികമില്ല, ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി അതൊന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുടംപുളിയൊക്കെ കഴിക്കണവർക്ക് ഇഷ്ടമാണെങ്കിൽ ആ കുടംപുളി ഇതിലേക്ക് എടുക്കുക. എനിക്ക് കുടംപുളി ഇഷ്ടമല്ല, അതാണ് ഞാൻ വാളംപുളി, പാലക്കാടൻ വാളംപുളി ചേർക്കണത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കഴുകി എടുത്തിട്ട് അതും ഒന്ന് ഇതിലേക്ക് ഊരിയിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. കൈ കൊണ്ട് തന്നെ തിരുമ്മണതാവും നല്ലത്. അപ്പോഴാണ് ഇത് നേരെ പോലെ തിരുമ്മാൻ പറ്റുള്ളൂ. സ്പൂൺ കൊണ്ടാവുമ്പോൾ ഇത്രയ്ക്ക് വൃത്തിയാവില്ല. ഇപ്പം ഞാനിത് നേരെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കഷ്ടി ഒരു ഗ്ലാസ്സോളം, 1 ഗ്ലാസ് 3/4 ഗ്ലാസ് ടു 1 ഗ്ലാസ്സോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കറി ഇതുപോലെ അങ്ങോട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർക്കേണ്ടത്, അത് ഒഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. 1 ഗ്ലാസ് അത്യാവശ്യം കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ, പൊടി കലക്കിയ പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പൊടി കലക്കിയ പാലാവുകൊണ്ട് ഈ പാലിനൊരു വേവുണ്ട്. അപ്പോൾ ഒരു 1-2 തിളപ്പിക്കണം. ഇനി നിങ്ങൾ ഫ്രഷ് തേങ്ങയുടെ പാലാണ് എടുക്കണമെങ്കിൽ ഒരുപാട് ലൂസാക്കിയിട്ട് പാൽ പിഴിഞ്ഞെടുക്കരുത്. അത്യാവശ്യത്തിന് തിക്കിന് തന്നെ പിഴിഞ്ഞെടുക്കുക. പിന്നെ ആ പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഇട്ട് തിളപ്പിക്കരുത്. ഒന്ന് ചൂടായിട്ട് വരുന്നതിന് മുന്നേ വാങ്ങണം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള തിക്നെസ് ഉണ്ട്. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായി വരും. ഇനി നമുക്കിത് സ്റ്റൗ ഒന്ന് മാറ്റാം. പിന്നെ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 4-5 ചെറിയ ഉള്ളി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. ഉള്ളി ഒരുപാട് കരിയിക്കരുത്, ഇതുപോലെ കളറൊന്ന് മാറി വരുമ്പോൾ വാങ്ങണം. ഇനി നമുക്കിത് നേരെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ തക്കാളിക്കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തക്കാളിക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.